പാലാ മണ്ഡലം തിരിച്ചുപിടിച്ച് പാലായിലെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കുമെന്നും എംഎൽഎയുടെ കഴിവുകേട് തുറന്നുകാട്ടുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലായിൽ കഴിഞ്ഞ 6 വർഷം പുതിയ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാനോ നടപ്പിലാക്കാനോ എംഎൽഎക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ പദ്ധതികൾ രൂപീകരിച്ച് അനുമതി വാങ്ങുന്നതിലും എംഎൽഎ തികഞ്ഞ പരാജയമായി മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എംഎൽഎ പാലക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽപ്പെട്ട IT പാർക്ക്, ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, ഹൈവേകൾ, വ്യവസായ പാർക്ക്, ഗ്ലൗസ് ഫാക്ടറി, ടൂറിസം എന്നീ പദ്ധതികളിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് എംഎൽഎ പാലക്കാരോട് വ്യക്തമാക്കണമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും എംഎൽഎമാര് അവർ നടത്തിയ വികസനങ്ങളുടെയും മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയും പേര് പറഞ്ഞ് വോട്ടുകൾ പിടിക്കുമ്പോൾ പാലായിൽ മാത്രം കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടെ 6 വർഷത്തിലധികമായി എംഎൽഎ ആയിരിക്കുന്ന വ്യക്തി വികസനത്തെ പറ്റിയോ താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും മിണ്ടുന്നില്ല. മറിച്ച് ജോസ് കെ മാണി MPയെ കുറ്റം പറയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അജണ്ട. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ 6 വർഷമായി നിയമസഭാംഗമാണ്. ആ നിയമസഭയിലെ അറ്റൻഡൻസ്, അവിടെ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷനുകൾ, ഉപസബ്മിഷനുകൾ, അല്ലെങ്കിൽ പങ്കെടുത്ത ചർച്ചകൾ, അതിൻ്റെയൊക്കെ അറ്റൻഡൻസ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? ഇപ്പോൾ പാലായിലെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ 6 വർഷത്തിലധികമായി തനിക്ക് കിട്ടിയ MLA പദവി ഒരു മുഴുവൻ തേങ്ങ പോലെ അലങ്കാരമായി അദ്ദേഹം കൊണ്ടു നടക്കുകയാണ് എന്നാണ് ഇവിടെ പാലായിൽ പറയുവാനുള്ളത്. ആ നിലയിൽ വികസന കാര്യങ്ങളിലോ ജനക്ഷേമ പ്രവർത്തനങ്ങളിലോ വ്യാപൃതനാവാതെ ഇപ്പോൾ അടുത്തപ്പോൾ ഇവിടെ ഞാനിവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം, ഞാനിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം നടത്തുന്ന ചില പ്രസ്താവനകളായിട്ടാണ് ഇതിനെ ജനങ്ങൾ കാണുക. ആ നിലയിൽ ഇവിടെ നമുക്ക് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി നമ്മളത് തള്ളുകയാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രോഗ്രസ് കാർഡ് അത് പൊതുജന സമക്ഷം വെളിച്ചത്ത് വിടുവാൻ, അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പാലാ KSRTC കോംപ്ലക്സ്, ഗ്രീൻ ടൂറിസം അമ്യൂണിറ്റി സെന്റർ, റിവർവ്യൂ റോഡ് കൊട്ടാരമറ്റം പദ്ധതി, കളരിയാമാക്കൽ കടവ് പാലം, നെല്ലിയാനി മിനി സിവിൽ സ്റ്റേഷൻ, KM മാണി ബൈപ്പാസ്, മരിയൻ ജംഗ്ഷൻ വിപുലീകരണം തുടങ്ങിയ അനവധി പദ്ധതികൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ MLAക്ക് സാധിച്ചിട്ടില്ല. പാലാ MLA പാലക്കാർക്ക് വേണ്ടി നിയമസഭയിൽ പ്രസംഗിക്കാൻ കിട്ടിയ സമയം മറ്റ് MLAമാർക്ക് വിറ്റ് പാലായിലെ വോട്ടർമാരെ അധിക്ഷേപിക്കുകയാണ്. കേരളത്തിലെ 140 MLAമാരും 140 MLAമാരിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഏക MLA പാലായിലെ MLA. അതിനൊക്കെ അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതിൽ നിന്നൊക്കെ ഒളിച്ചോടിക്കൊണ്ട് ജോസ് കെ മാണിയെ പുലഭ്യം പറയുക എന്നത് മാത്രമായി ഒരേ ഒരു അജണ്ടയായിട്ട് അദ്ദേഹം മാറ്റിയിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാവി തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജോസ് കെ മാണി MP കൊണ്ടുവന്ന വികസന പദ്ധതികൾ അത് പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെയാണ് എന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ബജറ്റ് അവതരണ ദിവസം നിയമസഭയിൽ ഹാജരാകാത്തത് പാലാ MLA മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 15,000 വോട്ടിന്റെ ലീഡും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 8,000 വോട്ടിന്റെ ലീഡും മറികടന്ന് LDF 2,000-ലധികം വോട്ടിന്റെ ലീഡ് പാലായിൽ നേടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അധിക്ഷേപ പ്രസ്താവനകളും വ്യക്തിഗതകളും ഒഴിവാക്കി കഴിഞ്ഞ കാലത്തെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കാൻ MLA ധൈര്യം കാണിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പാലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോബിൻ K. ലക്സ്, ഔസേപ്പച്ചൻ വാൾപ്ലാക്കൽ, ജോർജ് കുട്ടി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു.